നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് ഉണ്ട് എങ്കിൽ ലിങ്ക്ഡിനിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ലിങ്ക്ഡിനിൽ എങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഐ ആം നന്ദകിഷോർ ഫ്രം ഓൺലൈൻ അക്കാഡമി. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ലിങ്ക്ഡിൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു കമ്പനി പേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഹോം പേജിലേക്ക് വരിക. അതിനുശേഷം ഫോർ ബിസിനസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരുമ്പോൾ ക്രിയേറ്റ് എ കമ്പനി പേജ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കമ്പനി ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ബിലോങ് ചെയ്യുന്നത് എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ അത് മേ ബി കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ഷോക്കേസ് പേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. ഇതിലേത് കാറ്റഗറിയിലാണോ നിങ്ങളുടെ കമ്പനി പെടുന്നത് അത് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ എൻ്റെ കേസിൽ അതൊരു ജസ്റ്റ് കമ്പനി പേജ് മാത്രമാണ്. അതാണ് ഞാൻ കമ്പനി എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ആദ്യം നിങ്ങളുടെ കമ്പനിയുടെ പേര് അവിടെ പ്രൊവൈഡ് ചെയ്യും. സോ ഞാൻ ഡമ്മി പേരാണ് കൊടുക്കുന്നത്, ആർട്സ് 1 2 3 4 5. സോ അതിനുശേഷം നിങ്ങളുടെ ഒരു പബ്ലിക് URL അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പബ്ലിക് URL ആയിരിക്കും എപ്പോഴും യൂസേഴ്സ് കാണുന്നത്. അപ്പം വളരെ യുണീക്കായിട്ടുള്ള നിങ്ങളുടെ കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള URL ക്രിയേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരാൾ നിങ്ങളുടെ URL എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പർട്ടിക്കുലർ കമ്പനിക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള URL ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് എടുക്കാനായിട്ട് കഴിയില്ല. സോ താഴേക്ക് വരുമ്പം നിങ്ങളുടെ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഫുൾ അഡ്രസ്സ് കൊടുക്കുക. ശേഷം ഏത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങളുടെ കമ്പനി ഉള്ളതെന്നത് ചൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ സപ്പോസ് ഇപ്പം അഡ്വർടൈസിങ് സർവീസസ്, അപ്പം ഏത് കാറ്റഗറിയിലാണോ നിങ്ങളുടെ കമ്പനി ബിലോങ് ചെയ്യുന്നത് അത് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഓർഗനൈസേഷൻ സൈസ്, അതായത് എത്രത്തോളം ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓർഗനൈസേഷൻ ടൈപ്പ്, അത് പബ്ലിക് കമ്പനിയാണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, ഗവൺമെൻറ് ഏജൻസി ആണോ, എന്താണോ നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റാറ്റസ് അതവിടെ ചൂസ് ചെയ്യാം. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട വേറൊരു കാര്യമാണ് നിങ്ങളുടെ ലോഗോ. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒരാൾ വിസിറ്റ് ചെയ്യുമ്പം ആ പ്രൊഫൈലിൽ ലോഗോ ഇല്ലെങ്കിൽ അത് എംപ്റ്റി ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. സോ ലോഗോ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോഗോയുടെ ഇവിടെ റെക്കമെൻഡഡ് സൈസ് അവർ പറഞ്ഞിട്ടുണ്ട്, 300x300 പിക്സലാണ് കറൻ്റ്ലി റെക്കമെൻഡഡ് സൈസ് ലിങ്ക്ഡിൻ്റെ പേജിലുള്ള ലോഗോയുടെ. അപ്പോൾ ആ ഒരു സൈസിലുള്ള ലോഗോ വേണം നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഓപ്ഷനാണ് ടാഗ് ലൈൻ. ഇപ്പം ടാഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഫൈലിലേക്ക് ഒരാൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് ബ്രീഫായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ പറയുന്ന ടാഗ് ലൈൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന നിങ്ങളുടെ കമ്പനിയുടെ ഫുൾ ഐഡിയാസ് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടാഗ് ലൈനാണ് നിങ്ങൾ ടാഗ് ലൈൻ എന്നുള്ള ഓപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ഒരു യൂസ് എന്ന് പറയുന്നത്, നമുക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈലാണെങ്കിൽ നമുക്ക് കൂടുതലും കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻസ് മേ ബി കിട്ടാം, ഫോളോവേഴ്സ് കിട്ടും, പക്ഷേ കൂടുതൽ നമുക്ക് കണക്ഷൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ആവുന്നത്. പക്ഷേ ഒരു പേജ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരുപാട് ഫോളോവേഴ്സ് ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്രെഡിബിലിറ്റിയെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, സോ അതേപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് ഓണറാണ്, നിങ്ങൾക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈലുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂസേഴ്സിലേക്ക് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മളുടെ ഫേസ്ബുക്കിൻ്റെ ഒരു പേജ് ഉണ്ടെങ്കിൽ ആ പേജിന് ലൈക്സ് ഒക്കെ വേണമെങ്കിൽ സാധാരണ നമ്മളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അവരടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട്, അതായത് ഫോളോവേഴ്സിന് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇനിഷ്യൽ സ്റ്റേജിൻ്റെ ഒരു ബൂസ്റ്റിന് വേണ്ടി അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ വെരിഫിക്കേഷൻ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലിങ്ക്ഡിൻ പേജ് ക്രിയേഷനെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫോർ മോർ റിലേറ്റഡ് കോണ്ടന്റ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.